മുഖ്യമന്ത്രി പറഞ്ഞു 3 തവണ അദ്ദേഹം അങ്ങേ വിളിച്ചു, പക്ഷെ എടുത്തില്ല, തിരിച്ചും വിളിച്ചില്ല. പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു കോളും എൻ്റെ മൊബൈലിൽ CM എന്നിട്ട് രണ്ട് ഇട്ടിട്ടുണ്ട്. CM എന്നാണ്. അതിലൊന്നും ഒരു കോളും ഞാൻ കണ്ടില്ല. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചല്ലോ. അദ്ദേഹം ഈ വിളിച്ചോന്ന് പറയുന്നതിന് 10 ദിവസം മുമ്പ് ഞാൻ വിളിച്ചല്ലോ. എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. സമ്മതിച്ചില്ലേ? കാണാമെന്ന് പറഞ്ഞ, പക്ഷേ പിന്നെ അതിന് സമയം തന്നിട്ടില്ല, വിളിച്ചിട്ടുള്ളൂ. അതൊന്നും ഞാൻ പരസ്യപ്പെടുത്താൻ പോയില്ലല്ലോ. ഇവിടെ ഈ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് വരുമ്പം ഇവിടെ വരും, കാണും എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചത്. നമുക്കറിയില്ല ഇതൊന്നും വരണമെന്ന് ഞാൻ ആവശ്യപ്പെടില്ല. പക്ഷെ അദ്ദേഹം ഇങ്ങനെ പറയുന്നതിന് 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തെ ഫോണിൽ ഞാൻ വിളിച്ചു, എനിക്കൊന്ന് കാണണമെന്നുണ്ട്. അവൻ പറഞ്ഞു കാണാം, സമയം ആവുമ്പോൾ നമുക്ക് കാണാം, സമയം തരാം. എന്നെ വിളിച്ചതുമില്ല, സമയം തന്നതുമില്ല, അവിടെ ഞാൻ കാണാനും പോയില്ല. അന്ന് എനിക്ക് സഞ്ചരിക്കാനാവില്ല ട്രിവാൻഡ്രം വരെ. അന്ന് കണ്ടിരുന്നെങ്കിൽ ശരിയായില്ല, ഇതൊക്കെ സംഭവിക്കുമായിരുന്നു. അന്ന് കണ്ടിരുന്നു, അങ്ങേക്ക് സംസാരിക്കാൻ പറ്റി. അങ്ങനെ ഒരു കൂടിക്കാഴ്ച തീരുന്ന പ്രശ്നം, അതൊന്നും ചോദ്യമല്ല, മറുപടിയില്ല. ഇപ്പം തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്ത് സംഭവിച്ചെന്നാ നിങ്ങൾ പറയുന്നത്? അന്ന് കണ്ടിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചെന്നാ? ഞാൻ വളരെ ഫ്രീ ആയി. ഐ ആം സോ ഹാപ്പി. There is no burden on my head. റിലീവ്ഡ് ആണോ? ഈ പൊളിറ്റിക്കൽ ക്രിമിനലുകളെയും അവരെ പ്രതിനിധീകരിക്കുന്ന ഒരു കൂട്ടം CPM നേതാക്കന്മാരുടെയും അനുശാസനത്തിന് ഞാൻ ചെവി കൊടുക്കേണ്ട കാര്യമില്ല. വിജയരാഘവന്മാരെ പോലുള്ളവർക്ക് ചെവി കൊടുക്കേണ്ട കാര്യമില്ല. ഐ എം ഫ്രീ. എനിക്കെന്താ പ്രശ്നം? പക്ഷേ ഞാൻ മാർക്സ് തള്ളി പറഞ്ഞില്ലല്ലോ. CPM രൂപീകരിച്ച് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. ഇതൊക്കെയാണ് അയാൾ BB മെമ്പർ അതൊക്കെയാണ് നോക്കേണ്ടത്. അല്ല, പാർട്ടിയിൽ നിന്ന് ഒരാൾ മാറുക അവിടെ വർഗവഞ്ചകനാവുന്നത് എങ്ങനെ? അതെങ്ങനെയാ? വിഷമിപ്പിക്കുന്നുണ്ടോ? ഞാനെന്തിനാണ് വിഷമിപ്പിക്കുന്നത്? വർഗത്തെ പറ്റി ഒന്നും അറിയാത്ത ഒരു നിരക്ഷര കുക്ഷി, രാഷ്ട്രീയ നിരക്ഷര കുക്ഷി എന്തോ പറഞ്ഞപ്പോൾ ഞാനെന്തിനാ വിഷമിക്കുന്നത്? അയാൾ വിഷമിക്കട്ടെ.